ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് തൊട്ട് 6 ദിവസത്തേക്ക് നമുക്കൊരു പാക്കേജ് ട്രിപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വണ്ടി കയറ്റി നേരെ ഇനി കൊച്ചിക്കാണ് പോകുന്നത്. 9 മണിക്ക് ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞത്. എയർപോർട്ടിലോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ കളമശ്ശേരി എത്തിയപ്പം വണ്ടിക്ക് ഫുൾ ടാങ്ക് സീഞ്ഞടിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചായിരുന്നു. കാരണം നമ്മൾ ഫോണ് കൈ പിടിച്ച് വീഡിയോ എടുക്കുന്നത് സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് ഗ്ലാസ്സിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് നോക്കിയത്. ഈ ഒരു സാധനമാണ് നമ്മൾ എടുത്തത്. ഏകദേശം 300 ചില്ലാൻ രൂപ റേറ്റ് വന്നു. ഗ്ലാസ്സിൽ തന്നെ ഫിക്സ് ചെയ്താൽ മതി. മൊബൈലിൻ്റെ ബാഗിലെ മാഗ്നറ്റ് ഇതിൽ ഫിക്സ് ആയിക്കോളും. പിന്നെ ഇപ്പം ഞാനുള്ളത് എയർപോർട്ടിലാണ്. ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പാർക്കിംഗ് കയറ്റിക്കഴിഞ്ഞാൽ 100 രൂപ മേളിൽ പാർക്കിംഗ് കാശ് പോകുന്നതുകൊണ്ട് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഗസ്റ്റിൻ്റെ വിളി വന്നു. ഗസ്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ആ ഹോൾഡറിൽ മൊബൈൽ വെച്ചെടുത്തൊരു വീഡിയോ ആണ്. ഇതാകുമ്പം സേഫായിട്ട് അവിടെ ഇരുന്നോളും. ദേ ഈ ബാഗുമായിട്ട് വരുന്നതാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ അവരെ നേരെ വണ്ടിയിൽ കയറ്റി നേരെ പോയത് ആര്യാസിലോട്ടാണ്. അവർ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. വണ്ടി കൊണ്ട് പാർക്കിങ്ങിലിട്ട് ഞാനും കഴിക്കാനായിട്ട് പോയി. പൊടിദോശയും വടയാണ് ഞാൻ മേടിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നേരെ പോയത് മൂന്നാർക്കാണ്. കോതമംഗലം എത്താറായപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. 5 രൂപ കൂടുതലാണെങ്കിലും ഞാൻ സ്ഥിരം ജിയോയിൽ നിന്ന് പെട്രോൾ അടിക്കാറുള്ളൂ. നല്ല അടിപൊളി പെട്രോളാണ്. നേര്യമംഗലം എത്താറായപ്പം വെള്ളം മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇവിടെ ഒരു കുപ്പിക്ക് 10 രൂപയുള്ളൂ. അങ്ങനെ ഞാനൊരു കേസ് വെള്ളം അങ്ങ് മേടിച്ചു. നമുക്ക് ഏതായാലും ആവശ്യമുള്ളതല്ലേ. പിന്നെ പോകുന്ന വഴി കണ്ടൊരു സങ്കടകരമായ കാഴ്ചയാണ്. കുറേ നാളായി ബസ്സിങ്ങനെ കിടക്കുന്നു. ആ ഏതോ ഒരു വണ്ടിപ്രാന്തൻ്റെ സ്വപ്നമാണ് ഈ കത്തി തീർന്ന് കിടക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ട് കണ്ടിട്ട്. മിക്കവാറും ഇതുവഴി പോകുമ്പം ഒന്ന് വണ്ടി നിർത്തി നോക്കണം എന്നുണ്ടായിരുന്നു. ഇന്നാണ് സമയം കിട്ടിയത്. ഒത്തിരി സങ്കടമുണ്ട് ഈ കാഴ്ച കണ്ടിട്ട്. പിന്നെ എല്ലാ യാത്രാപ്രേമികൾക്കും ഇഷ്ടമുള്ളൊരു പാലത്തിലാണ് നമ്മൾ കയറിയത്, നേര്യമംഗലം പാലം. ഇതാ മൊബൈൽ ഹോൾഡർ ഞാൻ മൊബൈൽ വെച്ചെടുത്തൊരു വീഡിയോ ആണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. അവിടെ നിർത്തി ഗസ്റ്റിന് വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. വെള്ളച്ചാട്ടത്തിൽ വെള്ളം ആയി വരുന്നേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ രണ്ടാമത് പോയത് ഫ്ലോറ ആൻഡ് ഫ്യൂനലാണ്. ഗസ്റ്റ് അവിടെ ചെന്ന് അവർക്കത് ഒരു താല്പര്യപ്പെടാത്തതുകൊണ്ട് അവർ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്, തൊട്ടടുത്ത് തന്നെ പ്രകൃതിയിൽ. ഇതാണ് പ്രകൃതി റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡാണ് ഇവിടുത്തെ. നമുക്ക് ഫുഡ് മേടിച്ചത് ഗസ്റ്റാണ്. ഫ്രൈഡ് റൈസാണ് ഇന്ന് കഴിച്ചത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ മച്ചാനെ കണ്ടത്. പുള്ളീനെ ഞാൻ കോവളത്ത് വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിയോട് കുറച്ച് നേരം വിശേഷമൊക്കെ ചോദിച്ചു നിന്നപ്പം ഗസ്റ്റ് വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആയുർവാലി സ്പൈസ് ഗാർഡനിലോട്ടാണ്. ഗസ്റ്റിന് പാക്കേജിൽ സ്പൈസസ് ഗാർഡൻ ഇൻക്ലൂഡ് ആയിരുന്നു. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പം ഒരാളെ കണ്ടുമുട്ടി. പേര് ബിജോയ്. പുള്ളി നമ്മുടെ ഫോളോവറാണ്. പുള്ളി എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമായി. ഇതാണ് പുള്ളി ഓടിക്കുന്ന വണ്ടി. അപ്പം പുള്ളി നമ്മുടെ യാത്ര പറഞ്ഞ് പുള്ളിയും പോയി. പിന്നെ ഇടയ്ക്കൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള ഏരിയ ആയിരുന്നു. നല്ല ഫോഗായിരുന്നു റോട്ടിൽ മുഴുവൻ. പിന്നെ നേരെ പോയത് മാങ്കുളം അടുത്തുള്ള